ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കട്ട പിടിക്കാതെ വളരെ എളുപ്പത്തിലൊരു ഉപ്പുമാവ് തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതെല്ലാം നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിലിട്ട് വെച്ച് കൊടുക്കാം. പാത്രം ചൂടായ ശേഷം നമുക്ക് ലേശം വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ പതുക്കെ ഒന്ന് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ, വേണ്ടവർ മാത്രം ചേർത്താൽ മതി. നെയ്യ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടും. വെളിച്ചെണ്ണയും നെയ്യും നല്ലപോലെ ചൂടായ ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നല്ലപോലെ പൊട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആ സമയത്ത് തന്നെ അടുപ്പിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വെക്കുമ്പോൾ തന്നെ അടുത്ത അടുപ്പിൽ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വെള്ളം തിളപ്പിച്ചെടുക്കാം. അതായത് ഈ റവ മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. ഇനി ഉള്ളിലേക്ക് ഒന്ന് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ റവ നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുത്തില്ലെങ്കിൽ റവ പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത റവ നല്ലപോലെ ചൂടായ ശേഷം നമ്മൾ ആ തിളപ്പിച്ച വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ആവശ്യമുള്ള അത്രയും വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ചേർത്തേക്കണ കാരണം ഇനി നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് നമ്മളൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഏകദേശം 10 മിനിറ്റിന് ശേഷം മൂടി മാറ്റി നോക്കിയപ്പോൾ ഉപ്പുമാവ് നല്ലപോലെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി ഉടച്ചെടുക്കാം കേട്ടോ. കട്ടകളൊന്നും കൂടാതെ നല്ലപോലെ ഇളക്കി ഉടച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഇളക്കി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇനി ആദ്യമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.